ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലുള്ളത് വീക്കെൻഡിലെ ഒരു കുട്ടി ഷോപ്പിങ്ങും അതോടൊപ്പം നല്ല നാടൻ വറുത്തരച്ച ഞണ്ട് കറിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനും എല്ലാവരും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പോയപ്പോൾ തന്നെ നല്ല നാടൻ സ്നാക്സും ചായയും കണ്ടപ്പോൾ ചായ കുടിച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി പോക്കറ്റ് ഷവർമയും ഉഴുന്നുവടയൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ചായയായിരുന്നു. മോള് ഓക്ക് വേണ്ടതൊക്കെ കാണിച്ചിരുന്നു. അത് വേണം ഇത് വേണം ഇപ്പോൾ സെലക്ട് ചെയ്യാനൊക്കെ തുടങ്ങി. ഇഷ്ടപ്പെട്ട ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. ആംഗ്ലെറ്റാണിത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പെയറായിട്ടല്ല വരുന്നത്, സിംഗിളായിട്ടാണ് ഇത് വരുന്നത്. ഇങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ലെങ്കിലും ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. വെറുതെ ഇങ്ങനെ നോക്കും, മേടിക്കൊന്നുമില്ല. അതുപോലെ ഇത് കണ്ടോ, ഇവരിവിടെ ഈ ഒമാനീസ് ഭയങ്കര ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസാണ് യൂസ് ചെയ്യുക. ഭയങ്കര ഹെവി ആയിട്ട് തോന്നുന്ന, നമുക്കിത് കാണുമ്പോൾ എന്തോ പോലെ തോന്നും. നമ്മുടെ നാട്ടിലും ചിലരൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ട്. പിന്നെ എനിക്കൊരു സ്പാച്ചില വേണേനു, പക്ഷേ ഈ ഒരു ടൈപ്പാണ് ഇവിടെ വരുന്നത്. എനിക്ക് കുറച്ചും കൂടെ ഒരു വലിയ ടൈപ്പായിരുന്നു വേണ്ടത്, അത് പക്ഷേ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ ഇത് വാങ്ങണമെന്ന് ഞാൻ കുറേയായി വിചാരിക്കുന്നത്. ഇത് പക്ഷേങ്കിൽ എനിക്ക് ഗ്യാസിൽ വെക്കുമ്പോൾ പൊട്ടിപ്പോകുമെന്നുള്ള പേടി കൊണ്ട് വാങ്ങിയില്ല. പിന്നെ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള നല്ല കുഞ്ഞു ഒരുപാട് കപ്സ് ഉണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമാണ്. നമ്മൾ കൂടുതലും ഇവിടെയാണ് നിൽക്കുന്നതെങ്കിലും നമുക്കിതെല്ലാം നാട്ടിലേക്ക് കൊണ്ടുപോകാനായിരിക്കും ഭയങ്കര ഇഷ്ടം. വേണ്ടില്ല, നല്ല ക്യൂട്ടായിട്ടുള്ള, ഇപ്പോൾ ഇതൊക്കെയല്ലേ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കൂടുതൽ തോന്നുക. പക്ഷേ ഇതൊക്കെ നാട്ടിലെത്തിക്കൽ ഭയങ്കര റിസ്ക്കാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങളെല്ലാം. ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. പിന്നെ ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. നല്ല കളർ കോമ്പിനേഷൻ. എല്ലാം ഇങ്ങനെ നോക്കുക, അവിടെ വെക്കും. അല്ലാ, ഈ ഒരു സെക്ഷനിലേക്ക് വന്നാൽ പിന്നെ പറയണ്ട. ഇഷ്ടമുള്ളത് ഓരോന്നുണ്ടാവും ട്രോളിയിലേക്ക് എടുത്തിരുന്ന്. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മോക്കൊരു ഡ്രസ്സ് വേണ്ടിയിട്ട് ഡ്രസ്സ് നോക്കിയതിനു നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ ഷോപ്പിലും കൂടുതൽ ഈ വൈറ്റും പിങ്ക് വയലറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനായിരിക്കും അധികം ഉണ്ടാവുക ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ. പിന്നെ ഇതൊക്കെ നൈറ്റ് വെയേഴ്സ് ആണ്. എപ്പം വന്നാലും ഈ ഒരു സെക്ഷനിലൂടെയൊക്കെ ഇങ്ങനെ വെറുതെ നടക്കും. കണ്ടത് തന്നെ ആയിരിക്കും, എന്നാലും പുതിയത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. ഇത് എൻ്റെ കയ്യിലുണ്ട്. ഈ സെയിം സാധനം ഞാൻ ഇവിടെ തന്നെ വാങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി വിൻ്റർ കളക്ഷൻസ് ഉണ്ട്. മോക്ക് പറ്റിയ നല്ലൊരു ടീഷർട്ട് നോക്കുമായിരുന്നു. പിന്നെ ഇവരെയും കൊണ്ട് അധികം ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയെക്കൊണ്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. ട്രോളി പെട്ടെന്ന് തന്നെ ഫുള്ളായി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് പോയി. ഇനി നമുക്ക് ഞണ്ടിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഞണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, നല്ല സൈസുണ്ട്. ഞണ്ട് 2 കളറിൽ കാണാം, ബ്ലൂ കളറിലും റെഡ് കളറിലും. അത് ആണും പെണ്ണാന്ന് പറയുന്നത് കേൾക്കാം. പക്ഷെങ്കിൽ ഏതാണ് പെണ്ണ് ഏതാണ് ആണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ 2 വലിയ കാലല്ലാണ്ട് മറ്റേ കാല് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അത് കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുമോ? ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ ഈ ഒരു കാല് മാത്രമേ എടുക്കാറുള്ളൂ സാധാരണയായിട്ട്. പക്ഷേ ഇതുപോലെ വലിയ സൈസ് വരുന്നതാണെങ്കിൽ ആ ഒരു കാല് എടുത്താൽ അതിനുള്ളിൽ മീറ്റ് ഉണ്ടാവുമോ? കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഒക്കെ മീറ്റ് കാണാം. അതാണ് ചോദിച്ചത്, കറി വെക്കുമ്പോൾ അതാരെങ്കിലും എടുക്കലുണ്ടോ എന്ന്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഒരു കാലിൻ്റെ പകുതി തന്നെ എൻ്റെ കൈൻ്റെ അടി അത്രയും വലിപ്പമുണ്ട്. എൻ്റെ മോൻ്റെ ഫേവറേറ്റാണ്
മീൻ വാങ്ങാൻ പോയാൽ ഞണ്ടുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും വാങ്ങാൻ സമ്മതിക്കില്ല, അത്ര ഇഷ്ടമാണ്. ഇപ്പോൾ രാത്രിയാണ് കൊണ്ടുവരുന്നെങ്കിൽ ചില സമയത്ത് എന്നോട് ആ ടൈമിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറയും. അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള, ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്തോ, പിന്നെ ഒരു തക്കാളി, കുറച്ച് കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്. ഇനി ഇത് മുഴുവനും ഒരു കുക്കറിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, നിങ്ങളിപ്പോൾ നോർമൽ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മതി. അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ആ ഒരു പച്ച മണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലോട്ട് കൈക്ക് വൃത്തിയാക്കി വെച്ച് ഞണ്ടിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു 4 വിസിലൊന്ന് വേവിച്ചിട്ടെടുക്കാം. നമുക്കിതിൻ്റെ അരപ്പിനായി ഒരു 1/2 കപ്പ് തേങ്ങയും 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആക്കി വറുത്തതാണിത്. ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ച് വേവിച്ച ഞണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലോട്ട് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അതിലേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം തിക്കല്ലാതെ അത്യാവശ്യം നല്ല കറി ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഇന്ന് ദോശയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.